അപ്പൊ അംബാനിക്ക് പോലും ഈ കാർ വാങ്ങാൻ പറ്റില്ലേ? ഇല്ല, അംബാനി എന്നല്ല, ഇന്ത്യയിലെ ടോപ്പ് സെലിബ്രിറ്റീസ് വിചാരിച്ചാൽ പോലും ഈ കാർ വാങ്ങിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അംബാനിയുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, പക്ഷെ ഈ കാർ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഈ കാറിന് ഇന്ത്യയിൽ ഒഫീഷ്യൽ ഡീലർഷിപ്പേ ഇല്ല. യെസ്, ദാറ്റ് ഈസ് പഗാനി. ആൻഡ് സെക്കൻഡ്, പഗാനി അവരുടെ കസ്റ്റമർ ആരായിരിക്കണം എന്നുള്ള സ്ട്രോങ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഫുൾ കസ്റ്റമർ വെരിഫിക്കേഷൻ കഴിയാതല്ലാതെ കാർ ഡെലിവറി ചെയ്യില്ല. ആൻഡ് തേർഡ്, പഗാനിയുടെ എല്ലാ കാറും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇനി അത് റൈറ്റ് ഹാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഡീലർഷിപ്പേ ഇല്ല. പിന്നെ ഇതെല്ലാം മാറ്റി നിർത്തിയാൽ പഗാനിയുടെ ഒരു കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഏകദേശം 100% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി ടാക്സ്. സപ്പോസ് ഒരാൾ 50 കോടിയുടെ കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ എക്സ്ട്രാ 50 കോടി ടാക്സ് കൊടുക്കും. പിന്നെ ഇതെല്ലാം കൊടുത്തും പഗാനിയുടെ കൊണ്ടുവന്നാൽ പോലും ആ കാറുടെ സർവൈവ് ചെയ്യില്ല. കാരണം പഗാനിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. പിന്നെ പഗാനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഏകദേശം 40 മുതൽ 50 യൂണിറ്റ്സ് മാത്രമേ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യൂ. പിന്നെ ഈ കാർ എടുക്കാൻ പറ്റുമെന്നുള്ള നിങ്ങൾ ആ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും.